ഹലോ, നമസ്കാരം. അഗ്നിബുദ്ധീസ് നെസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോതി. ഇന്ന് ഈ വീടിൻ്റെ ചുറ്റുമുള്ള ചില ഫലവൃക്ഷങ്ങളൊക്കെയാണ് കാണിക്കണത്. ഇവിടെ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പോൾ ഉള്ള സ്ഥലത്ത് ഞാൻ എന്തൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കാണിക്കാം. അത് ഓരോന്നും എവിടെ നിന്നൊക്കെ വാങ്ങി എന്നുള്ളതും ഞാൻ പറയാം. ഇത് ഒരു മുന്തിരി പന്തലാണ്. മുന്തിരി ഉണ്ടായി നിൽക്കുന്നത് കാണാം. ഇനി നമുക്ക് വീടിൻ്റെ മുമ്പിന്ന് തന്നെ തുടങ്ങാം. ആ കുഞ്ഞ ബുഷിൻ്റെ പിന്നിൽ ചെറി. രണ്ട് തൈയുണ്ട്. ഡ്വാർഫ് ചെറിയാണ്. ഏത് നഴ്സറിയിൽ നിന്നാണ് വാങ്ങിയെന്നുള്ളത് ഞാൻ താഴത്തിടാം. ലാവെൻഡർ പോലത്തെ നല്ലോണം ബട്ടർഫ്ലൈയും വണ്ടുകളും ഒക്കെ വരണ പൂച്ചെടികൾ വയ്ക്കണത് എപ്പോഴും നല്ലതാണ് ഫലവൃക്ഷങ്ങൾക്ക്. എത്രത്തോളം കൂടുതൽ ഈ വണ്ടുകളും ഇതൊക്കെ വരുന്നു വെച്ചാൽ അത് പരാഗണം അത്രത്തോളം സ്ട്രോങ് ആയിട്ട് നടക്കും. കോർണറിൽ നിൽക്കുന്നത് ആപ്പിൾ ട്രീ ആണ്. ആദ്യമായിട്ട് അതിന്മേൽ കായ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടാമത്തെയും കൊല്ലമൊന്നും എനിക്കൊരിക്കലും അത് മൂത്ത് കിട്ടാറില്ല. അത് കൊഴിഞ്ഞു പോവുക പതിവ്. ഇപ്രാവശ്യം പ്രത്യേകിച്ചും കണ്ടില്ലേ, ഇലയൊക്കെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നുണ്ട്. എന്തോ ഒരു പ്രാണി വന്നിട്ടുണ്ട്. ഇനി അതിനെ ട്രീറ്റ് ചെയ്യാൻ കൂടി വേണം. മറ്റേ സൈഡിൽ നിൽക്കണത് റോസ് കഴിഞ്ഞിട്ടുള്ളത് ബ്ലൂബെറിയാണ്. ഇത് പിങ്ക് കളറിലുള്ള ബ്ലൂബെറിയാണ്. ബ്ലൂബെറി എന്നാണ് പേര്, പക്ഷെ പിങ്ക് കളറാണ്. നിറച്ചുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ നാട്ടിൽ നിന്ന് എത്തിയപ്പോഴേക്കും എനിക്ക് മുഴുവൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. റെക്കോർഡ് ചെയ്തെടുക്കാൻ കിട്ടിയില്ല. ഈ ബ്ലൂബെറികളൊക്കെ ഞങ്ങൾ ന്യൂജേഴ്സിയിൽ ഒരു നഴ്സറി പോയിട്ട് വാങ്ങിക്കൊണ്ടതാണ്. അവിടെ ഈ ബെറികൾ മാത്രം വിൽക്കണ ഒരു നഴ്സറി ഉണ്ട് അവിടുന്ന്. അതിൻ്റെ പേരും ഞാൻ താഴത്തെ അതിൽ കൊടുത്തോളാം. ഇതിനോട് ചേർന്ന് കാണുന്നത് ഒരു ഗേറ്റാണ്. ഫെൻസ്ഡ് ഏരിയയിലേക്ക് കടക്കാനുള്ള ഗേറ്റ്. ആ ഗേറ്റിനോട് ചേർന്ന് ഉള്ളത് ചെമ്പരത്തിയാണ്. ഈ റോസിൻ്റെയൊക്കെ അപ്പുറത്ത് മാതളം 3 തൈയുണ്ട്. പക്ഷേ ഞാനത് മിക്കവാറും ഇവിടുന്ന് മാറ്റി വെക്കണുണ്ടാവും. ഇപ്പോൾ നിറച്ച് പൂത്തിട്ടുണ്ട്. അപ്പോൾ ഉടനെയല്ല, ഫോൾ ആകുമ്പോഴോ അല്ലെങ്കിൽ അധികം താമസിക്കാണ്ട് എനിക്കതിനെ ഇവിടുന്ന് മാറ്റണുണ്ടാവും. ഇത്രയും അടുത്ത് വെച്ചാൽ വേര് ഫൗണ്ടേഷനെ ബാധിക്കാൻ എളുപ്പമാണ്. നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ചെടികൾ നടുമ്പോഴും അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇങ്ങനെ മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണ്ടല്ലോ. ആദ്യം നടുമ്പോൾ തന്നെ ഇവിടെ ഞങ്ങൾക്ക് വളരെ കുറച്ച് സ്ഥലമുള്ള കാരണം ഞാൻ ചേർത്ത് വെച്ച് പോയതാണ്. ഈ റോസുകൾ കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ലൈംബിങ് റോസ്. അത് ഈ ആർച്ചിമ്മ പടർത്തിയേക്കാണ്. ആ ഡെക്കിലേക്ക് കടന്നാലാണ് നമ്മൾ ആദ്യം കണ്ട മുന്തിരിപ്പന്തൽ. അതിൻ്റെ പുറമേ നിന്നുള്ള വ്യൂ ആണിത്. ഈ റോസും ഓൺലൈനിൽ വാങ്ങിയതാണ്. നമ്മുടെ നാട്ടിലത്തെ പന്നീർ പൂവിൻ്റെ വാസനയാണിതിന്. വലിയ ഇലയായിട്ട് കാണുന്നത് പേഴ്സിമൺ. പുറമേന്ന് നോക്കുമ്പോൾ പേഴ്സിമണാണ് അധികം കാണുക വെച്ചാലും ഉള്ളിൽ നിന്ന് മുന്തിരിയാണ് അധികം കാണുക ആ പന്തലിൻ്റെ. ഇടയിൽ കൂടെ ഈ കാണുന്നത് ഗോജിബെറിയാണ്.
2 തരം മുന്തിരി നട്ടുണ്ട്. മുകളിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. പേഴ്സിമണ്ണിൻ്റെ 2 തൈയുണ്ട്. കഴിഞ്ഞ കൊല്ലം ഒരു 10-20 എണ്ണമൊക്കെ കിട്ടി. ഇക്കൊല്ലം അതിനും കിട്ടുമെന്ന് വിചാരിക്കണം. പക്ഷെ ഇപ്പോഴും ഇത് കുട്ടി തൈ തന്നെയാണ്. അപ്പോൾ വല്ലാണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നല്ലോണം വലുതാവും തോറും നല്ലോണം ഉണ്ടാവും എന്നാണ് പറയുന്നത് പേഴ്സിമൻ്റെ. ഇത് ലോട്ടയിൽ നിന്നാണ് വാങ്ങിയത്, ലോട്ടെ പ്ലാസ. കോർണറിൽ ആ മുന്തിരി കയറി പോകണം. അതിൻ്റെ അപ്പുറത്തൊരു ആപ്പിൾ ട്രീ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് വാഴ, പെരനിയൽ വാഴ. ഇത് കുലയ്ക്കൊന്നുമില്ല, പക്ഷെ നമുക്ക് ഇലയുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ആ സ്റ്റെപ്പിൻ്റെ അപ്പുറത്താണ് പീച്ച്. ഇതും ഡ്വാർഫാണ്. ഞാൻ നട്ടേക്കണ ഇനങ്ങളൊക്കെ ഡ്വാർഫ് ഇനത്തിൽപ്പെട്ടതാണ് നട്ടേക്കണേ. ഇത് ഹണിബെറിയാണ്. ഇതുമ്പോൾ നിറച്ചുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ അതിങ്ങനെ പഴുത്ത് നിൽക്കുക. ഞാൻ അതൊക്കെ പൊട്ടിക്കലും കഴിക്കലും കഴിഞ്ഞു. എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇത് വേറെ വെറൈറ്റിയാണ് ഹണിബെറിയുടെ. എപ്പോഴും നമുക്ക് മാച്ച് ചെയ്തിട്ടുള്ള 2 വെറൈറ്റി വെക്കുക നല്ലത്. ഇത് എൽഡർബെറി. എൽഡർബെറിയുടെ ഓപ്പോസിറ്റായിട്ട് ആദ്യം ഒരു പേഴ്സിമൺ അല്ലെങ്കിൽ ഫുയു എന്ന് പറയുന്ന പഴം നിറച്ച് പൂത്തിരുന്നു. ഞാൻ ഉണ്ടാവുമെന്ന് മോഹിച്ചു ധാരാളം. പക്ഷെ ഒക്കെ കൊഴിഞ്ഞു പോയി. വളരെ കുറച്ചേ ബാക്കിയുള്ളൂ. ബ്ലാക്ക്ബെറി അതിൻ്റെ കാലം വരണന്നേ ഉള്ളൂ. ഇതിങ്ങനെ പച്ചയായിട്ട് നിൽക്കുകയായിട്ടുള്ളൂ ഇപ്പോഴും. ഇനി ഇത് ചുമന്ന കളറാവും. അത് കഴിഞ്ഞിട്ട് കറുത്ത കളറാവും. അപ്പോഴേക്കേ അതിന് മധുരമാവുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ ചുമന്ന കളറാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറേയും കൂടി ചുവന്നു. ഇത് മുകളിലത്തെ ഡെക്കിലേക്ക് ഞാൻ പടർത്തി കയറ്റി വിട്ടേക്കാണ്. എൽഡർബെറിയുടെ ചേർന്ന് നിൽക്കുന്നത് ക്ലൈംബിംഗ് ഹൈഡ്രാഞ്ചിയാണ്. ആ ഡോറ് കൂടെ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നിലത്തെ ട്രെയിനിലേക്കും കാട്ടിലേക്കൊക്കെ പോകാൻ പറ്റും. ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് കാട്ടിലേക്ക് കയറാം. ഈ കയറി പോണതൊരു കിവിയാണ്. ഇതേപോലെ തന്നെ ഒരു ഡെക്കും ബെഞ്ചും അതേപോലെ തന്നെ പന്തലൊക്കെ മുകളിലുമുണ്ട്. മുകളിലത്തെ ഡെക്കിലുമുണ്ട്. അപ്പോൾ അങ്ങടെ ഈ കിവി കയറി പോവുകയാണ്. അങ്ങനെ വീടിന് ചുറ്റും ഉള്ള ഫലവൃക്ഷങ്ങൾ കുറേയൊക്കെ കാണിച്ചു. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ചെടികൾ നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ചെടിയുടെ വേരുകൾ വീടിൻ്റെ ഫൗണ്ടേഷനെ ബാധിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഓരോ ചെടിയും നടുമ്പോൾ ആ ചെടിയെ പറ്റി മനസ്സിലാക്കി അത് ഓരോന്നും എത്ര ദൂരത്ത് നടണം എന്ന് നോക്കി നടുകയാണ് നല്ലത്. അത് ശ്രദ്ധിച്ചാൽ പിന്നീട് പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കും. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയായി. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് മോഹിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ. കാണാം.